മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച പി.വി. അൻവർ ദേശീയ മാധ്യമങ്ങൾക്ക് മാത്രം അഭിമുഖം നൽകുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്നാണ് അൻവറിന്റെ ആരോപണം. മലപ്പുറത്ത് മാത്രം സ്വർണ്ണക്കടത്ത് പോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള അഭിമുഖം ജില്ലയെ അപകീർത്തിപ്പെടുത്താനാണ് എന്നും അൻവർ പറഞ്ഞു. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോടും പറയാത്തത്? ചോദ്യമുണ്ടാകും. ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിൽ. ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് എഫ്ഐആർ ഇടുക? മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ, മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ, അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ. പക്ഷേ പിടിക്കുന്ന എവിടെയാ? അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ആ മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ RSSുമായി ചേർന്ന്, രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെയാകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു. ആരാ നേതൃത്വം? കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാവിലെ പത്രക്കാർ എന്നോട് ചോദിച്ചു, ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാട് അതും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നോ എന്നൊരു ചോദ്യം. എന്റെ ഉത്തരം ആത്മാർത്ഥപരമായിരുന്നു എന്നാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ രീതിയിൽ മാറിമറിയുന്നത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടക്കാണ്. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. പാർട്ടി അത് അന്വേഷിച്ച് കണ്ടെത്തണം. പി.വി. അൻവറിനെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സപ്പോർട്ടറായി മാറി ആ പി.വി. അൻവറാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സഖാക്കളും നാടായ നാട് മുഴുവൻ, ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല.